കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റിന്റെ 47-ാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. വാർഷിക പൊതുയോഗം സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് അംഗം മരണപ്പെട്ട NS രവീന്ദ്രന്റെ കുടുംബത്തിനുള്ള ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള 10 ലക്ഷം രൂപയുടെ ചെക്ക് TN പ്രതാപൻ MP-യും കൈമാറി. വ്യാപാരികൾക്ക് ന്യായങ്ങൾ നേടിക്കൊടുക്കുന്നത് അത് ഔദ്യോഗിക സംവിധാനത്തിന്റെ പീഡാനുഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും യഥാർത്ഥത്തോടു കൂടിയ അസത്യത്തിന്റെ പീഡനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വ്യാപാരികളെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടി ഒരു അത്താണിയായി പ്രവർത്തിക്കുക എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർഷങ്ങളായി നടന്നു വരുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ഷിനോദ് ചിറയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ AA മുഹമ്മദ്, നിയോജക മണ്ഡലം ചെയർമാൻ ഭാഗ്യനാഥൻ KK, MV ശങ്കരനാരായണൻ, ഷാബു വെട്ടിയാട്ടിൽ, നവീൻ MS, അജിത രഘു, KO ജോൺ, MK തോമസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അവരെ സങ്കടം ഒപ്പാൻ ഇന്ന് ഒറ്റ സംഘടനയുള്ളൂ വ്യാപാരികൾക്ക്. അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്കൊക്കെ മുന്നേ ഒരു വ്യാപാരിയുടെ ദുഃഖം നമുക്ക് ഒപ്പമുണ്ടെങ്കിലും ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ശ്രീ KV അബ്ദുൽ ഹമീദിൻ്റെയും ശ്രീ NR വിനോദ് കുമാറിൻ്റെയും ഭാഗ്യനാഥിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള 24 അംഗ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ജില്ലയിലെ 45,000-ഓളം വരുന്ന വ്യാപാരികൾക്ക് അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ കണ്ണീരൊപ്പാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് സാധിക്കുന്നു എന്നുള്ളത് സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട MP ഞാനിവിടെ കടന്നു വരുമ്പോൾ പറഞ്ഞത്, കേരളത്തിലെ ഏക പ്രസ്ഥാനം ഒരു അംഗം മരിച്ചാൽ 15 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം അത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ, നമ്മുടെയൊക്കെ ശരീരങ്ങളിലൊക്കെ അല്ലേ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആ രക്തം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു.